ലോകശക്തിയായ അമേരിക്ക പോലും തലകുത്തി മറിഞ്ഞിട്ടും ഇറാന്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. എന്തിനെയാണോ ഇസ്രായേൽ ഭയന്നത് അത് ഇറാൻ പൂർവാധികം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആണവ പരീക്ഷണം ഇറാന്റെ രോമത്തിൽ പോലും തൊടാത്തതെന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഇറാന്റെ എവിടെയാണോ ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ചത് ഇസ്രായേൽ അത് നടപ്പാക്കാതെ പോയി എന്ന് പറയാവുന്ന ഒരു ആക്രമണത്തിൽ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ പക്ഷേ ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരിക്കുന്നു. അതാണ് ഡെയിലി മെയിലിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ആ സ്ഥലങ്ങൾ ടെൽനോഫ് വ്യോമതാവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം, സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം തുടങ്ങിയവയൊക്കെ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. 6 റോക്കറ്റുകൾ ഇസ്രായേലി സൈനിക താവളങ്ങളിൽ പതിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള 36 മിസൈലുകൾ ടോട്ടലായി ഇസ്രായേലിനുള്ളിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. 28 പേർ മരിച്ചിരിക്കുന്നു. 240 കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. സർവകലാശാലകൾ 2 തകർന്നു. ഒരു ആശുപത്രിക്ക് വലിയ നാശനഷ്ടമുണ്ടായി. 13,000-ലധികം ഇസ്രായേലികൾ ഭവനരഹിതരായി തുടങ്ങി ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകൾ ഇത്തരം മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് ഇടപെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇറാന് വേണ്ടിയിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ അപേക്ഷിച്ചത് കൊണ്ടായിരുന്നില്ല. ഇവിടെ പലരും പറയുന്നുണ്ട് ഇറാൻ അങ്ങോട്ട് പോയി കാലിൽ വീണിട്ടാണ് അമേരിക്ക ഇസ്രായേലുമായി സംസാരിച്ച് വെടിനിർത്തൽ നടപ്പിൽ വരുത്തിയത്. നേരെ തിരിച്ചാണ്. കാരണം ഇറാൻ ഈ വിധത്തിൽ നിരന്തരമായി ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാകും, ഇസ്രായേൽ തകർന്നടിയും, വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി അമേരിക്ക തന്നെ ഇടപെട്ടിട്ട് വെള്ളിയേട്ടൻ കളിച്ച് ചുളുവിലൊരു വെടിനിർത്തൽ അങ്ങ് നടപ്പാക്കിയെടുത്തതാണ്. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവും ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നേ ഉള്ളൂ. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈനികർ 5 പേരാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 10ഓളം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ സൈനിക വാഹനങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ സജീവമാകുന്നു. ഗസയുടെ 80% ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഗസയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു. ഇസ്രായേലിന്റെ കാർഗോ ഷിപ്പ് ഒരെണ്ണം അത് ചെങ്കടലിൽ വെച്ച് ആക്രമണത്തിനിരയായി.